ആശ്വാസം നേടാം. ഹൃത്തിനുള്ളിൽ ജീവൻ നൽകും വചനം, തിരുവചനം. ഈശോയിൽ ഏറ്റവും പ്രിയപ്പെട്ടവരെ, ഇന്ന് നാം ചിന്തിക്കുന്ന വിഷയം ദൈവത്തിൽ ആശ്രയിക്കുക എന്നതാണ്. പ്രഭാഷകന്റെ പുസ്തകം 2-ാം അധ്യായം 10-ാം വചനം, കർത്താവിൽ ആശ്രയിച്ചിട്ട് ഭഗ്നാശനായവൻ ആരുണ്ട് എന്ന്. വീണ്ടും യെശയ്യാ പ്രവാചകന്റെ പുസ്തകം 40-ാം അധ്യായം 31-ാം വചനം, ദൈവത്തിൽ ആശ്രയിക്കുന്നവർ വീണ്ടും ശക്തി പ്രാപിക്കും. അവർ കഴുകന്മാരെ പോലെ ചിറകടിച്ചുയരും. അവർ ഓടിയാലും ക്ഷീണിക്കുകയില്ല, നടന്നാൽ തളരുകയുമില്ല. ഈശോയിൽ ആശ്രയിക്കുന്ന ഈശോയുടെ ഏറ്റവും പ്രിയപ്പെട്ടവരുടെ ഒരു സവിശേഷതയുണ്ട്. അവൻ്റെ ജീവിതത്തിൽ മുന്നോട്ടുള്ള യാത്രയിൽ അവൻ മടുപ്പ് അനുഭവപ്പെടില്ല, അവൻ തളരുകയില്ല, നിരാശ അവൻ്റെ ജീവിതത്തിൻ്റെ ഡിക്ഷണറിയിൽ കടന്നു വരികയുമില്ല. കാരണം ദൈവം അവന് സ്വന്തമാണ്. വിശുദ്ധ പൗലോസ്ലീഹ ഫിലിപ്പിയർക്ക് എഴുതിയ ലേഖനം 4-ാം അധ്യായം 4-ാമത്തെ വചനം, നിങ്ങൾ എപ്പോഴും സന്തോഷത്തോടെ ഇരിക്കുവിനെന്ന്. 1 തെസ്സലോനി 5-ാം അധ്യായം 16-17 വചനങ്ങളിൽ പറയുകയാ, നിങ്ങൾ സന്തോഷത്തോടെ ഇരിക്കുവിൻ, എല്ലാ കാര്യങ്ങൾക്കും നന്ദി പറയുവിൻ, ഇടപെടാതെ പ്രാർത്ഥിക്കുവിനെന്ന്. ഈ വചനത്തിൻ്റെ വെളിച്ചത്തിലേക്ക് നാം കടന്നു ചെല്ലുമ്പോൾ ഈശോയിൽ ആശ്രയിക്കുന്ന ഒരു വ്യക്തിയുടെ സവിശേഷത എന്ന് പറയുക ഹൃദയത്തിൻ്റെ ഉള്ളിൽ നിറഞ്ഞു നിൽക്കുന്ന സന്തോഷമാണ്. ആത്മാവിൻ്റെ ആഴങ്ങളെ തൊട്ടുനിർത്തുന്ന ഒരു പ്രാർത്ഥനയാണ്. നന്ദിയുള്ള ഒരു ഹൃദയമാണ്. പ്രിയപ്പെട്ടവരെ, ഈശോയിൽ ആശ്രയിക്കുന്ന, ദൈവത്തിലെ ആശ്രയിക്കുന്ന ഒരു വ്യക്തിയുടെ ജീവിതത്തെക്കുറിച്ച് നാം കാണുമ്പം പുറപ്പാടിൻ്റെ പുസ്തകം 3-ാം അധ്യായത്തിലേക്ക് നാം കടന്നു പോകും. അവിടെ മോശ എന്ന വ്യക്തിയെ നാം പരിചയപ്പെടുകയാണ്. 1 മുതലുള്ള വചനങ്ങളിൽ ഇങ്ങനെ എഴുതി വച്ചിട്ടുണ്ട്, മോശ തൻ്റെ അമ്മായിയപ്പനും മിദിയാനിലെ പുരോഹിതനുമായ ജത്രോയുടെ ആടുകളെ മേയിച്ച് കഴിയുകയായിരുന്നു. അവൻ മരുഭൂമിയുടെ മറുഭാഗത്തേക്ക് ആടുകളെ മേയിക്കവേ ദൈവത്തിൻ്റെ മലയായ ഹോറബിൽ എത്തിച്ചേർന്നുവെന്ന്. മരുഭൂമിയിലൂടെ അവൻ ആടുകളെ മേയിക്കുന്ന ഒരു ചിത്രം നാം കാണുന്നുണ്ട്. മോശയുടെ മനസ്സിലേക്ക് നാം ഒന്ന് നോക്കണം. മനസ്സ് നിറയെ ദുഃഖവും ഭാരവും ആകുലതയും ഉത്കണ്ഠയും നിറഞ്ഞു നിൽക്കുന്ന അവൻ്റെ യാത്ര ദൈവത്തിൻ്റെ മലയായ ഹോറബിലേക്കാണ്. എന്തുകൊണ്ടാണ് അവൻ ദുഃഖിച്ചിരിക്കുക? എന്തുകൊണ്ടാണ് ഉത്കണ്ഠ നിറഞ്ഞ ഒരു മനസ്സ് അവനുള്ളത്? എവിടെയോ ഹൃദയത്തിൽ നിന്ന് ദൈവത്തെ അന്വേഷിക്കുന്ന ഒരു വ്യക്തി കൂടിയ മോശ എന്ന ഈ വചനഭാഗം നമ്മെ പഠിപ്പിക്കുക. പ്രിയപ്പെട്ടവരെ, മോശ ഹോറബ് മലയുടെ അടിവാരത്തിലേക്ക് ചെല്ലുമ്പോൾ അവന് 4 ദൈവ അനുഗ്രഹങ്ങൾ അവിടെ ദൈവം കൊടുക്കുന്നുണ്ട്. അവൻ തലയുയർത്തി നിൽക്കുമ്പോൾ കത്തിജ്വലിക്കുന്ന ഒരു മുൾപടർപ്പ് അവൻ കാണുകയാണ്. അത് കത്തിക്കൊണ്ടിരിക്കുന്നെങ്കിലും എരിഞ്ഞു ചാമ്പലാകുന്നില്ല. അവനെ പേര് ചൊല്ലി വിളിക്കുന്ന ഒരു ദൈവത്തിൻ്റെ സ്വരം അവൻ കേൾക്കുകയാ. അവനെ വിശുദ്ധീകരിക്കുന്ന ഒരു ദൈവത്തെ നാം കാണുകയാ. അവനെ ദൗത്യം കൊടുത്ത് പറഞ്ഞയക്കുന്ന ഒരു ദൈവത്തെ കാണുകയാ. ഫറവോയുടെ രാജകൊട്ടാരത്തിൽ എല്ലാ സൗഭാഗ്യങ്ങളോടും കൂടി ജീവിക്കുന്ന മോശയ്ക്ക് ഒരു ദിവസം അവൻ പുറത്തേക്ക് ഇറങ്ങുമ്പം തൻ്റെ പ്രിയപ്പെട്ട സ്വന്തം ജനമായ ഇസ്രായേൽ ജനത്തെ കാണുവാനായി ഇറങ്ങുമ്പോൾ ഒരു ഇസ്രായേൽക്കാരനും ഈജിപ്തുകാരനും തമ്മിൽ വഴക്കടിക്കുന്നതും അവരെ തിരുത്താൻ ശ്രമിക്കുമ്പോൾ കൈപ്പിച്ചുകൊണ്ട് ഈജിപ്തുകാരൻ മരണമടയുന്നതുമൊക്കെ വിശുദ്ധ ഗ്രന്ഥത്തിൻ്റെ താളുകളിൽ നാം കാണുന്നുണ്ട്. എന്തോ വലിയൊരു കാര്യം സ്വന്തം ജനതയ്ക്ക് വേണ്ടി ചെയ്തുവെന്ന് പറഞ്ഞ് അവൻ അന്ന് സുഖമായി ഉറങ്ങുന്നു. പിറ്റേന്ന് പതിവ് പോലെ പുറത്തേക്ക് ഇറങ്ങുമ്പോൾ തൻ്റെ പ്രിയപ്പെട്ട 2 സഹോദരർ വീണ്ടും വഴക്കടിക്കുന്നത് അവൻ കാണുകയാ. അങ്ങനെ കാണുമ്പം അവൻ അവരെ ഉപദേശിക്കുകയാ, ദൈവത്തിൻ്റെ യഹോവയുടെ മക്കൾ വഴക്കടിക്കാൻ പാടില്ല, യഹോവയുടെ മക്കളെ സ്നേഹിക്കണമെന്ന് ഉപദേശിക്കുമ്പം അവൻ ദേഷ്യം പൂണ്ടിട്ടൊരു വാക്ക് പറയുന്നുണ്ട്, ഇന്നലെ ഈജിപ്തുകാരനെ കൊന്നതുപോലെ ഇന്ന് ഞങ്ങളെ കൊല്ലുവാൻ നീ വന്നിരിക്കുകയാണോ എന്ന്. താൻ ചെയ്ത കൈപിശകുകൊണ്ട് താൻ ചെയ്ത ഒരു വലിയ തെറ്റ് അത് വലിയ കൊലപാതകമായി ചിത്രീകരിച്ച് എല്ലാവരും അറിയുമെന്ന് അറിഞ്ഞപ്പോൾ അവിടെ നിന്ന് ഓടിപ്പോകുന്നൊരു മോശയുണ്ട്. ഉടുതുണി മാത്രമായി അവൻ ഓടുന്ന ഒരു മോശയെ നാം കാണുക. ഈ മോശയാണ് പ്രിയപ്പെട്ടവരെ ഹോർ മലയിലേക്ക് ചെല്ലുക. ആ മലയിൽ അവൻ ദൈവത്തെ കാണുകയാ. ഞാനും നിങ്ങളുമൊക്കെ
ജീവിതത്തിൽ പതർച്ചകളും തകർച്ചകളും വേദനകളും തടസ്സങ്ങളും ഒക്കെയായി കടന്നു പോകുമ്പം നാം എത്തിച്ചേരേണ്ട ഒരു സ്ഥലമുണ്ട്, ദൈവത്തിൻ്റെ മലയായ ഹോറബ് മല. അതിനു വേണ്ടി നീ ഹോറബ് മലയിലേക്ക് ദൂരയാത്ര ചെയ്യണമെന്നല്ല വചനം പറയുക, മറിച്ച് നിന്റെ കുടുംബത്തിൻ്റെ ഭവനത്തിലുള്ള പ്രാർത്ഥനാ മുറിയിൽ, തിരുഹൃദയ രൂപത്തിൻ്റെ മുൻപിൽ, വിശുദ്ധ കുരിശിൻ്റെ മുൻപിൽ നീ മുട്ടുകുത്തണം. അവിടെ ദൈവം നിനക്ക് വേണ്ടി വലിയ 4 സമ്മാനങ്ങളാണ് തരിക. ദൈവത്തിൽ ആശ്രയിക്കുന്നവന് വേണ്ടി ദൈവം ഒരുക്കി വച്ചിരിക്കുന്ന 4 സമ്മാനങ്ങൾ നാം വചനത്തിൽ കാണുന്നുണ്ട്. അവൻ ഉറ്റുനോക്കി, മുൾപ്പടർപ്പ് കത്തി ജ്വലിക്കുകയായിരുന്നു, എങ്കിലും അത് എരിഞ്ഞു ചാമ്പലായില്ല എന്ന്. അവൻ്റെ ആ ഒരു നോട്ടമുണ്ടല്ലോ, ആ മുൾപ്പടർപ്പിലേക്കുള്ള ഉറ്റുനോട്ടം, ദൈവത്തെ കണ്ടുകൊണ്ടുള്ളൊരു നോട്ടം. ആ നോട്ടം പോലെയാ ചില അവസരങ്ങളിൽ കണ്ണുനീരണിഞ്ഞ് വേദന നിറഞ്ഞ് ഞാനും നിങ്ങളുമൊക്കെ പ്രാർത്ഥിക്കാനിരിക്കുമ്പോൾ ദൈവത്തിൻ്റെ മുഖത്തേക്കുള്ള എൻ്റെ നോട്ടം. എത്രയോ സമയം നാം പ്രാർത്ഥിക്കാനായിട്ട് ചെലവഴിക്കുമ്പോൾ, എൻ്റെ തമ്പുരാനെ ആശ്രയിക്കാനായിട്ട് അവൻ്റെ അടുക്കലേക്ക് ചെന്ന് നിൽക്കുമ്പോൾ അവൻ്റെ സ്വരമൊന്ന് കേൾക്കാൻ എനിക്ക് പറ്റുന്നുണ്ടോ എന്ന് ഈ വചനഭാഗത്തിൽ നാം തിരിച്ചറിയേണ്ടതുണ്ട്. എൻ്റെ ദൈവത്തിലേക്ക് ആശ്രയിക്കുകയാ. അവൻ്റെ കയ്യിൽ സ്വന്തമായി ഒന്നുമില്ലാത്തത് കൊണ്ട് മുഴുവനും വിട്ടുകൊടുക്കുന്ന ഒരു മോശയെ നാം ഇവിടെ കാണുന്നുണ്ട്. ഈ മഹാദൃശ്യം കാണുവാൻ അടുത്തു ചെല്ലുന്നൊരു മോശ. ഞാനും നിങ്ങളുമൊക്കെ ഈശോയെ കാണുവാൻ, ഈശോയുടെ സ്വരം കേൾക്കാൻ, വിശുദ്ധീകരിക്കപ്പെടുവാൻ അവൻ്റെ അടുത്തേക്ക് ചെല്ലണമെന്ന ഈ വചനഭാഗം നമ്മെ ഓർമ്മിപ്പിക്കുക. നമ്മുടെ പ്രശ്നങ്ങളിൽ ഈശോയുടെ സ്വരം കേൾക്കാൻ പറ്റണം. ഈശോയെ കേൾക്കാൻ, അനുഭവിക്കാൻ, സാന്നിധ്യം അറിയുവാൻ, അവന് എന്നെക്കുറിച്ചുള്ള പദ്ധതി തിരിച്ചറിയാൻ എനിക്ക് സാധിക്കുമ്പോഴാണ് ഞാൻ ദൈവത്തിൽ ആശ്രയിക്കുന്ന ഒരു വ്യക്തിയായി മാറുക. ഇവിടെ മോശയ്ക്ക് ദൈവം തന്നെ വെളിപ്പെടുത്തുകയാണ്. ഇവിടെ മോശയ്ക്ക് തന്നെ ദൈവം വെളിപ്പെടുത്തുമ്പോൾ ദൈവത്തിൻ്റെ വഴികൾ വ്യത്യസ്തങ്ങളാണെന്ന് തിരുവചനത്തിലൂടെ നാം മനസ്സിലാക്കുന്നുണ്ട്. സങ്കീർത്തനം 77:19. ഈ മോശയെ ദൈവം ദൗത്യം കൊടുത്ത് തിരിച്ചയക്കുമ്പോൾ അവൻ്റെ മുൻപിൽ ഇസ്രായേൽ ജനത്തെ ഈജിപ്തിൽ നിന്ന് മോചിപ്പിക്കാൻ വഴികൾ പ്രത്യേകിച്ചൊന്നുമില്ല, പോകൂ എന്ന് പറഞ്ഞ് അയക്കുന്ന ഒരു മോശയെ നാം കാണുന്നുണ്ട്. അവൻ അവിടെ ചെന്നു. വഴികൾ മുന്നിലൊന്നുമില്ലാത്തപ്പോഴും അവൻ്റെ ജീവിതത്തിൽ ദൈവം ചെയ്ത അത്ഭുതത്തെക്കുറിച്ച് സങ്കീർത്തനം 77:19 പറയുന്നുണ്ട്. അങ്ങയുടെ വഴികൾ സമുദ്രത്തിലൂടെയും അങ്ങയുടെ പാത പെരുവെള്ളത്തിലൂടെയുമായിരുന്നു, അങ്ങയുടെ കാൽപ്പാടുകൾ അദൃശ്യമായിരുന്നുവെന്ന്. പ്രിയപ്പെട്ടവരെ, എൻ്റെയും നിങ്ങളുടെയും ഒക്കെ ജീവിതത്തിൽ ഈശോയുടെ മുൻപിൽ പോയി നിന്ന് നിന്നെ തന്നെ ഈശോയ്ക്കൊന്ന് കൊടുത്തിട്ട് അവനിൽ ആശ്രയിക്കുമ്പം ഞാനും നിങ്ങളുമൊക്കെ കാണാത്ത വലിയ പാതകൾ, വഴികൾ ഈശോ നമുക്ക് വേണ്ടി തുറന്നു തരുമെന്ന ഈ വചനഭാഗം നമ്മെ പഠിപ്പിക്കുക. വീണ്ടും മോശ മലയിലേക്ക്, ഈജിപ്തിലെ മരുഭൂമിയിലൂടെ തൻ്റെ ഇസ്രായേൽ ജനത്തെ നയിച്ചുകൊണ്ട് കടന്നു പോകുമ്പം അവനോട് ദൈവം പറയുകയാ, ഇനി നീ അഭിമുഖീകരിക്കേണ്ട കാര്യങ്ങൾ എന്തൊക്കെയാണ്, ഇനി നീ എവിടെയൊക്കെ ചെന്നെത്തണമെന്നൊക്കെ ദൈവം പറഞ്ഞു കൊടുക്കുമ്പം അവിടെ തമ്പുരാൻ ഒരു വലിയ വാഗ്ദാനം അവന് കൊടുക്കുന്നുണ്ട്. ദൈവത്തിൽ ആശ്രയിക്കുന്നവരിൽ ഒരു വലിയ വാഗ്ദാനം ദൈവം വെച്ചു കൊടുക്കുകയാ. ഇതാ, നിനക്ക് മുമ്പേ എൻ്റെ ദൂതനെ ഞാൻ അയക്കും, അവൻ നിന്റെ വഴിയിൽ നിന്നെ കാത്തുകൊള്ളും. പുറപ്പാട് പുസ്തകം 23-ാമത്തെ അധ്യായം 20-ന്റെ വചനത്തിലാണ് നാം ഇത് വായിക്കുക. എങ്ങനെയാണ് നാം ദൈവത്തിൽ ആശ്രയിക്കേണ്ടത്? ഒരു എടുത്തുചാട്ടം പോലെ, ഒരെടുത്തുചാട്ടമാ. കണ്ണടച്ചാ ഞാൻ ദൈവത്തിൽ ആശ്രയിക്കേണ്ടത്, മറ്റെല്ലാം മറന്നിട്ട്. ഞാൻ ഓർക്കുന്നു, ഒരു വ്യക്തിയെ പ്രാർത്ഥിക്കാനായിട്ട് കടന്നു വന്നപ്പം അവൻ്റെ ജീവിതത്തിൽ കുടുംബ ബന്ധം തകർന്നിരിക്കുന്ന ഒരവസ്ഥ. ലക്ഷങ്ങൾ കടബാധ്യതയുള്ള വ്യക്തിയാ. എങ്കിലും രക്ഷപ്പെടാനുള്ള ആഗ്രഹത്തോടെ പ്രാർത്ഥിക്കണമെന്ന് പറഞ്ഞ് കടന്നു വന്ന വ്യക്തി. പ്രിയപ്പെട്ടവരെ, പ്രാർത്ഥിക്കുന്ന സമയത്ത് തമ്പുരാന് ഇങ്ങനെ ഒരു പേര് പറയുക, ജോസഫ് എന്ന് പറയുന്ന ഒരു വ്യക്തി നിന്റെ അടുക്കൽ വരും, അവൻ നിനക്ക് വേണ്ടിയിട്ട് നിന്റെ കടം മുഴുവൻ വീട്ടിൽ തരുമെന്ന്. അത് കേട്ട് ആ മനുഷ്യൻ, അങ്ങനെ ഒരു വ്യക്തിയെ അറിയില്ല, എൻ്റെ ബന്ധുക്കളിൽ പോലും ആരുമില്ല എന്ന് പറഞ്ഞപ്പം ആശ്രയിക്കണം ഈശോയിൽ, പ്രാർത്ഥിച്ചു കൊള്ളൂ എന്ന് പറഞ്ഞു. അത് കേട്ട് ഈശോയിൽ ആശ്രയിച്ച് മുന്നോട്ട് പോകുകയാണ്. 19, 20, 30 ദിവസങ്ങൾ കഴിഞ്ഞു പോകുമ്പം
അദ്ദേഹം കണ്ടുമുട്ടുകയാ ജോസഫ് എന്ന് പറയുന്ന വ്യക്തിയെ. അതുപോലെയാ മോശയോട് തമ്പുരാൻ പറഞ്ഞത്, ഇതാ നിനക്ക് മുമ്പേ എൻ്റെ ദൂതനെ ഞാൻ അയക്കും, നീ പോകണം, നിനക്ക് വേണ്ടി അവൻ വലിയ വലിയ കാര്യങ്ങൾ ചെയ്തു കൊള്ളുമെന്ന്. നിന്റെ കാൽപ്പാടുകൾ ദൈവത്തിൽ ആശ്രയിച്ചുള്ളതാണെങ്കിൽ ആ പാതകൾക്ക് മുമ്പിൽ എന്തെങ്കിലും തടസ്സങ്ങൾ വന്നാൽ അവൻ തന്നെ നിനക്ക് വേണ്ടി പുതിയ വ്യക്തികളെ അയച്ചു കൊള്ളുമെന്ന ഈ വിശുദ്ധ ഗ്രന്ഥത്തിലൂടെ തിരുവചനത്തിലൂടെ നാം മനസ്സിലാക്കുക. പ്രിയപ്പെട്ടവരെ, വീണ്ടും സുവിശേഷത്തിൽ നാം കാണുന്നുണ്ട് ഒരു കാനാൻകാരിയെക്കുറിച്ച്. തൻ്റെ മകളെ മോചിപ്പിക്കണം, പൈശാചിക പീഡയിൽ നിന്ന് മോചിപ്പിക്കണം എന്ന് പറഞ്ഞ് ഈശോയുടെ പിന്നാലെ നടക്കുന്ന ഒരു കാനാൻകാരി. തമ്പുരാനെ, എൻ്റെ മകളെ മോചിപ്പിക്കണമെന്ന് പറയുമ്പം ഈശോ പറയുന്നൊരു വാക്കുണ്ടല്ലോ, മക്കളുടെ അപ്പമെടുത്ത് നായ്ക്കൾക്ക് കൊടുക്കാൻ പാടില്ല എന്ന്. മാനുഷികമായി ചിന്തിക്കുമ്പോൾ തന്നൊരു നായാണെന്ന് പോലും ഈശോ പറഞ്ഞോ എന്ന് കാനാൻകാരിക്ക് വേണമെങ്കിൽ ചിന്തിക്കാം, പിന്തിരിഞ്ഞു പോകാം, ഇവനെ ഇനി ആശ്രയിക്കേണ്ട കാര്യമില്ല എന്ന്. പക്ഷേ അവൾ അതല്ല ചെയ്തത്. അവൾ പിന്നാലെ നടക്കുന്ന ഒരു കാനാൻകാരിയുണ്ട്. എനിക്കും നിങ്ങൾക്കുമൊക്കെ ഈ മനോഭാവം ഉണ്ടാവണം. അവൻ്റെ പിന്നാലെ ഓടി പോകുന്ന ഒരു വ്യക്തിയാകണം ഞാൻ. എത്രമാത്രം അവൻ നമ്മളെ കാണുന്നില്ല എന്ന് ചിന്തിക്കുമ്പോഴും തിരിഞ്ഞൊരു ഉത്തരമരുളുവാൻ, അനുഗ്രഹിക്കാൻ അവൻ കാത്തിരിക്കുന്നു എന്നറിഞ്ഞിട്ട് പിന്നാലെ ഞാനും നിങ്ങളുമൊക്കെ പോകണം. ആ ഒരു ആശ്രയത്വത്തിലേക്കാണ് നമ്മൾ വളരേണ്ടതെന്ന തിരുവചനത്തിൽ തമ്പുരാൻ പഠിപ്പിക്കുക. വീണ്ടും ദാനിയേലിൻ്റെ പുസ്തകത്തിൽ സൂസന്ന എന്ന് പറയുന്ന ഒരു വ്യക്തിയെ നാം കാണുകയാണ്. 13-ാമത്തെ അധ്യായത്തിൽ അതിസുന്ദരിയായ സൂസന്ന ദാനധർമ്മങ്ങൾ കൊണ്ട് എല്ലാം വളരെ അനുഗ്രഹിക്കപ്പെട്ട ഒരു വ്യക്തിയാണ്. അവളുടെ ജീവിതത്തിൻ്റെ ചരിത്രം നാം വായിച്ചു പോകുമ്പം കർത്താവിനെതിരെ ഒരു പാപം പോലും ചെയ്യാതെ കർത്താവിൽ ആശ്രയിച്ച് മുന്നോട്ട് പോകുന്ന വ്യക്തിത്വത്തിലേക്ക് ഒരു വലിയ വേദന കടന്നു വരികയാണ്. മറ്റൊന്നുമല്ല, അവളുടെ അതീവ സൗന്ദര്യത്തിൽ മതിമറന്നിട്ട് 2 ന്യായാധിപന്മാർ അവളെ പാപത്തിൽ അടിമപ്പെടുത്താൻ ശ്രമിക്കുമ്പോൾ വേണ്ട, എനിക്ക് പറ്റില്ല എന്ന് പറഞ്ഞ് കീഴടങ്ങാതിരിക്കുന്ന ഒരു സമയത്ത് എന്താ സംഭവിച്ചത്? ആ ന്യായാധിപന്മാർ കള്ളക്കേസ് കുടുക്കിയിട്ട് അവളെ കൊലക്കളത്തിലേക്ക് ആനയിക്കാൻ തക്കവിധം എത്തിച്ചേർക്കുകയാണ്. ഈ അവസരത്തിൽ നാം കാണുന്നുണ്ട് ദാനിയേലിൻ്റെ പുസ്തകം 13-ാം അധ്യായം അവളെക്കുറിച്ച് എഴുതി വെച്ചിട്ടുണ്ട്. അവൾ കർത്താവിൽ ആശ്രയം അർപ്പിച്ചുവെന്ന് നിലവിളിച്ചു പ്രാർത്ഥിക്കുന്ന ഒരു സൂസന്നായെ നാം കാണുകയാണ്. പ്രിയപ്പെട്ടവരെ, വചനഭാഗത്തിൽ ഇങ്ങനെ കാണുന്നുണ്ട്. നമ്മത് ഒന്ന് വായിച്ചു കേൾക്കാം. 13-ാം അധ്യായം 43-ാമത്തെ വചനം. സൂസന്ന അത്യുതത്തിൽ നിലവിളിച്ച് പറഞ്ഞു, നിത്യനായ ദൈവമേ, രഹസ്യങ്ങളെ വിവേചിക്കുന്നവനെ, വസ്തുക്കൾ ഉണ്ടാക്കുന്നവന് മുമ്പ് തന്നെ അവയെ അറിയുന്നവനെ, ഇവർ എനിക്കെതിരെ കള്ളസാക്ഷ്യം പറഞ്ഞെന്ന് അങ്ങ് അറിയുന്നുവല്ലോ. ഞാനിതാ മരിക്കാൻ പോവുകയാ, എങ്കിലും എനിക്കെതിരെ ദുഷ്ടതയോടെ ആരോപിച്ചിരിക്കുന്ന കാര്യങ്ങളൊന്നും ഞാൻ ചെയ്തിട്ടില്ല. കർത്താവ് അവളുടെ നിലവിളി കേട്ടുവെന്ന് വചനത്തിൽ നാം വായിക്കുന്നുണ്ട്. ഇതുപോലെ ആശ്രയിച്ച് ദൈവത്തെ മുറുകെ പിടിച്ച് ഈ ദൈവത്തിന് വേണ്ടി വിശുദ്ധയോടെ ജീവിക്കാൻ ശ്രമിച്ച് മരിക്കാൻ വരെ തയ്യാറായി നിൽക്കുന്ന ഒരു സൂസന്നയെ കുറിച്ച് നാം കാണുമ്പോൾ സൂസന്നയുടെ ഈ ആശ്രയത്വത്തിന് ദൈവം കൊടുക്കുന്ന ഒരു മറുപടിയാണ് വീണ്ടും 13-ാം അധ്യായം 45-ാമത്തെ വചനത്തിൽ നാം കാണുക. അവൾ കൊലക്കളത്തിലേക്ക് നയിക്കപ്പെട്ടപ്പോൾ ദാനിയേൽ എന്നു പേരുള്ള ഒരു ബാലൻ്റെ പരിശുദ്ധമായ ആത്മാവിനെ കർത്താവ് ഉണർത്തിയെന്ന്. സൂസന്നയുടെ ജീവിതത്തിൽ നാം നോക്കുമ്പോൾ അവൾ താമസിക്കുന്ന ആ ദേശത്ത് അവൾക്കറിയില്ല ഈ ദാനിയേൽ ആരാണെന്ന്. ഈ വ്യക്തി എവിടെ നിന്ന് വന്നുവെന്നറിയില്ല. ആ ദേശത്തുള്ള ഒരു വ്യക്തിയെയും ഒരുപക്ഷെ അവൾക്ക് അറിഞ്ഞുകൂടാ. പ്രത്യേകിച്ച് ഈ ദാനിയേൽ എന്ന ബാലനെ അവൾക്കറിയില്ല. പക്ഷേ അവൾ പോലും അറിയാതെ അവളുടെ ഹൃദയത്തിൻ്റെ പ്രാർത്ഥന കേട്ടിട്ട് അവളുടെ ആശ്രയത്വം കണ്ടിട്ട് ദൈവം അവൾക്ക് വേണ്ടി ഒരു വ്യക്തിയെ തിരഞ്ഞെടുത്തുയർത്തുകയാ. വിശ്വസിക്കണം പ്രിയപ്പെട്ടവരെ, ആശ്രയിക്കണം. കണ്ണടച്ച് നീ നിൽക്കുന്ന ചുവട്ടിലെ മണൽത്തരി പോലും ഊർന്നൂർന്ന് പോകുന്നു നിനക്ക് തോന്നുമ്പോഴും അവനെ ഒന്ന് മുറുകെ പിടിക്കാൻ ഞാനും നിങ്ങളുമൊക്കെ തയ്യാറാകുമ്പം നമ്മുടെ ജീവിതത്തിലേക്ക് ദൈവം അത്ഭുതങ്ങളും അടയാളങ്ങളുമായി കടന്നു വരും. എനിക്ക് വേണ്ടി ദൈവം ഒരുക്കി വെക്കും വലിയ വലിയ വ്യക്തികളെ. ഓർക്കുന്നു, കഴിഞ്ഞ ദിവസം ഒരു വ്യക്തി ഫോണിലിങ്ങനെ തൻ്റെ വേദനകളും ദുഃഖങ്ങളും ഒക്കെ സമർപ്പിച്ച് ഇങ്ങനെ സംസാരിച്ചു കൊണ്ടിരിക്കുന്ന സമയത്ത് പറയുകയാ,
ഒന്നുമില്ലാതെ വലിയൊരു കടക്കേസിൽ പെട്ടിട്ട് സ്വന്തം ദേശം ഈ കേരളം തന്നെ വിട്ടുപോകേണ്ട ഒരു അവസ്ഥ വന്നു. കേരളത്തിൻ്റെ വെളിയിൽ അന്യ സംസ്ഥാനത്ത് പോയി താമസിക്കുക, ഒരു നേരത്തെ ഭക്ഷണത്തിന് പോലും വകയില്ല. പക്ഷേ ബൈബിളും ഇങ്ങനെ കെട്ടിപ്പിടിച്ച് രാത്രി മുഴുവൻ ഉറക്കളച്ചിരുന്ന് പ്രാർത്ഥിക്കുന്ന സമയത്ത് ഒരു വ്യക്തി ഫോണിൽ വിളിച്ചിട്ട് പറയുകയാ, 24 ലക്ഷം രൂപ ഞാൻ നിങ്ങൾക്ക് തരാമെന്ന്, നിങ്ങളൊരു ബിസിനസ് തുടങ്ങിക്കൊള്ളാൻ. പ്രിയപ്പെട്ടവരെ, നമ്മുടെ മനസ്സുകൾക്കോ ബുദ്ധിക്കോ ചിന്തയ്ക്കോ വിശ്വസിക്കാൻ പറ്റാത്തതിനപ്പുറത്തേക്ക് നമുക്ക് വേണ്ടി പ്രവർത്തിക്കുന്ന ഒരു വ്യക്തിയുണ്ട്, നമ്മുടെ ഈശോ. അവനിൽ അങ്ങ് ആശ്രയിക്കണം, അവൻ്റെ കാൽപാദങ്ങളിൽ മുറുകെ കെട്ടിപ്പിടിക്കണം. അന്ന് യാക്കോബ് പറഞ്ഞില്ലേ, നീ എന്നെ അനുഗ്രഹിച്ചല്ലാതെ ഞാൻ നിന്നെ വിടുകയില്ല എന്ന്. ആശ്രയിക്കുമ്പം നിന്റെ കൈകളെ വിടുവിച്ചിട്ട് ഓടിപ്പോകാൻ നിന്റെ ദൈവത്തിന് പറ്റില്ല. ഓർക്കുന്നു, ഒരപ്പന് അമ്മയുമായി ഭയങ്കരമായി വഴക്കുണ്ടാക്കിയിട്ട് വീട് വിട്ട് ഇറങ്ങിപ്പോകാനായിട്ട് ശ്രമിക്കുമ്പം തൻ്റെ കൊച്ചുമകള് അപ്പനെ ഇങ്ങനെ കെട്ടിപ്പിടിച്ചിട്ട് അപ്പ പോകരുതേ പോകരുതേ എന്ന് പറഞ്ഞപ്പം അവിടെ നിന്നുവെന്ന് ആ അമ്മ പറയുകയുണ്ടായി. അപ്പച്ചൻ അന്ന് വീട്ടിൽ നിന്ന് ഇറങ്ങിപ്പോയില്ലെന്ന്. സ്വന്തം മക്കളുടെ സ്വന്തം രക്തത്തിൻ്റെ വേദനയും കണ്ണുനീരുമൊക്കെ കാണുമ്പം ആ അപ്പനെ വീട് വിട്ട് ഇറങ്ങിപ്പോകാതിരിക്കാൻ സാധിച്ചെങ്കിൽ ഞാനും നിങ്ങളുമൊക്കെ ഈശോയിൽ ആശ്രയിച്ചിട്ട് കണ്ണുനീരോടെ അവനെ ഒന്ന് കെട്ടിപ്പിടിക്കുമ്പം എനിക്ക് നീയേ ഉള്ളൂ എന്ന് പറയുമ്പം എൻ്റെ ജീവിതത്തിലേക്ക്, നിങ്ങളുടെ ജീവിതത്തിലേക്ക് അവൻ ഇറങ്ങി വരും. ഈ വലിയ സത്യം തിരിച്ചറിഞ്ഞിട്ട് സങ്കീർത്തകൻ ഇങ്ങനെ പ്രാർത്ഥിക്കുന്നുണ്ട്. 73-ാം അധ്യായം 25-ാമത്തെ വചനം, ദൈവമേ, സ്വർഗത്തിൽ അങ്ങല്ലാതെ മറ്റാരാ എനിക്കുള്ളത്? ഭൂമിയിൽ അങ്ങേ അല്ലാതെ മറ്റാരെയും ഞാൻ ആഗ്രഹിച്ചിട്ടില്ല എന്ന്. ഈ ജീവിതത്തിൻ്റെ ഏറ്റവും വലിയ സമ്പത്ത് ദൈവമാണെങ്കിൽ ആ ദൈവം നിൻ്റെ ജീവിതത്തിലേക്ക് കടന്നു വരും. നിൻ്റെ ജീവിതം കടബാധ്യത നിറഞ്ഞതാണെങ്കിൽ അത് നികത്തിത്തരാൻ പറ്റുന്ന ഒരു ദൈവം നിൻ്റെ കൂടെയുണ്ട്. നിൻ്റെ ജീവിതത്തിൽ കുറവുകളുള്ളവളാണെങ്കിൽ അവിടേക്ക് ദൈവം കടന്നു വരും. ഇത് തിരിച്ചറിഞ്ഞ സങ്കീർത്തകൻ മറ്റൊരു കാര്യം പ്രധാനമായും പറയുന്നുണ്ട്. സങ്കീർത്തന പുസ്തകം 73-ാം അധ്യായം 25-ാം വചനം, ദൈവമേ, സ്വർഗത്തിൽ അങ്ങല്ലാതെ മറ്റാരാ എനിക്കുള്ളത്? ഭൂമിയിൽ അങ്ങ് അല്ലാതെ മറ്റാരെയും ഞാൻ ആഗ്രഹിച്ചിട്ടില്ല എന്ന്. ഈ സങ്കീർത്തകൻ തന്നെ ഒരു വചനം കൂടി പറയുകയാ, കർത്താവെ, അങ്ങ് എനിക്ക് വേണ്ടി ജാമ്യം നിൽക്കണം, അങ്ങല്ലാതെ മറ്റാരാ എനിക്ക് വേണ്ടി വാദിക്കുക എന്ന്. പ്രിയപ്പെട്ടവരെ, തമ്പുരാൻ നമുക്ക് വേണ്ടി വാദിക്കുമെന്നുള്ളത് ഉറപ്പാണ്. അത്ര വലിയ അനുഭവങ്ങളിലൂടെയാ തമ്പുരാൻ തൻ്റെ മക്കളുടെ കൂടെ ഇരിക്കുന്ന തമ്പുരാനെ ചേർത്ത് പിടിക്കുന്ന ഒരു വലിയ വ്യക്തിയായി ഞാനും നിങ്ങളുമൊക്കെ മാറണം. അത് കറിഞ്ഞിട്ട് പൗലോസ്ലീഹ പറയുന്നുണ്ടല്ലോ, 8-ാം അധ്യായം 31-ാമത്തെ വചനം, റോമാക്കാർക്ക് എഴുതിയ ലേഖനത്തിൽ, ദൈവം നമ്മുടെ പക്ഷത്തെങ്കിൽ ആര് നമുക്കെതിരെ നിൽക്കുമെന്ന്? എനിക്കും നിങ്ങൾക്കും പക്ഷത്തിരിക്കാൻ കൂട്ടുപിടിക്കാൻ ഒരു ദൈവമുണ്ട്. അവനെ അങ്ങ് ചേർത്ത് പിടിക്കുമ്പം അവൻ അനുഗ്രഹിച്ചു തുടങ്ങും. ജാമ്യം നിൽക്കുക തന്നെ ചെയ്യും. ഒരു വ്യക്തി ഷെയർ ചെയ്തത് ഓർക്കുന്നു. വലിയ കേസിലാണ് പെട്ടിരിക്കുക. വലിയ തെറ്റിദ്ധാരണയിൽ പീഡന കേസിൽ തെറ്റ് ചെയ്യാതെ മുദ്രയടിക്കപ്പെട്ട് ജാമ്യമില്ലാത്ത കേസിലകപ്പെട്ടിട്ട് ഇങ്ങനെ വേദനിച്ചിരിക്കുമ്പോൾ ഒന്ന് പ്രാർത്ഥിക്കണമേ എന്ന് പറഞ്ഞ് വിളിക്കുന്ന ഒരവസ്ഥ ഓർക്കുന്നു. തമ്പുരാൻ്റെ മുൻപിൽ കണ്ണുനീരോടെ പ്രാർത്ഥിക്കുമ്പം നീ തെറ്റ് ചെയ്തിട്ടില്ലെങ്കിൽ അത് കേൾക്കുമെന്നുള്ളത് വലിയ സത്യമാണ്. പിറ്റേന്ന് വിധിയൊക്കെ വന്നു. അവിടെ എന്ത് മറിമായ സംഭവിച്ചെന്നൊന്നും അറിയില്ല. പക്ഷേ ആ വ്യക്തിക്ക് ജാമ്യം കിട്ടുകയാണ്. വലിയ ഒരു അത്ഭുതമാണ് എന്ന് അവർ സന്തോഷത്തോടെ വിളിച്ചു പറയുകയാണ്. ദൈവത്തെ ചേർത്ത് പിടിക്കുകയാണ്. ഇതൊക്കെ പ്രാർത്ഥനയിൽ ദൈവം നമുക്ക് തരുന്ന അനുഗ്രഹങ്ങളാണ്. എന്നാൽ ഒരു കാര്യം കൂടി പറയാം. എനിക്കും നിങ്ങൾക്കും പ്രശ്നങ്ങൾ ഉണ്ടാകുമ്പോൾ മാത്രമല്ല ഞാനും നിങ്ങളുമൊക്കെ തമ്പുരാനിൽ ആശ്രയിക്കേണ്ടത്. കുറച്ചു കാലത്തേക്ക് മാത്രം ആശ്രയിക്കുന്ന ഒരു വ്യക്തിയായി, ആവശ്യങ്ങൾക്ക് വേണ്ടി മാത്രം ആശ്രയിക്കുന്ന ഒരു വ്യക്തിയായി ഞാൻ മാറിയാൽ ഈ ജീവിതം വ്യർത്ഥമാണ്. പ്രിയപ്പെട്ടവരെ, ഒരു കുഞ്ഞ് പറയുകയാ, ധ്യാനം കൂടാനായിട്ട് പോയി ദേഹം മുഴുവൻ ചൊറിഞ്ഞു തടിക്കുന്ന വലിയ ചൊറിച്ചിൽ, പാടുകൾ എല്ലാം ഉണ്ട്. ധ്യാനം കഴിഞ്ഞപ്പോൾ അതെല്ലാം അങ്ങ് മാറി. പിന്നെ എല്ലാ ദിവസവും അടുപ്പിച്ച് വിശുദ്ധ കുർബാനയിൽ പങ്കെടുക്കുന്നു, ബൈബിൾ വായിക്കുന്നു, ജപമാല ചൊല്ലുന്നു. പ്രാർത്ഥനയുടെ ഒരു പ്രളയം തന്നെ അവൻ്റെ ജീവിതത്തിലേക്ക് കടന്നു വരികയാണ്. ഇങ്ങനെ അവൻ മുന്നോട്ട് പോകുന്നു. ഒരു 3 ആഴ്ച കഴിഞ്ഞപ്പോൾ അവൻ്റെ ശരീരത്തിൽ വീണ്ടും ചെറിയ ചൊറിച്ചിലുകളും പാടുകളും ഒക്കെ കടന്നു വരാൻ തുടങ്ങിയപ്പോൾ അവൻ്റെ പ്രാർത്ഥന അവൻ ഉപേക്ഷിച്ചു. അവൻ ജപമാല അർപ്പണം നിർത്തി. അവൻ പള്ളിയിൽ കയറാതായി. അവൻ എല്ലാ പാപങ്ങൾക്കും അടിമപ്പെട്ട വ്യക്തിയായി ജീവിക്കുന്ന ഒരവസ്ഥയിലേക്ക് പോയി.
എൻ്റെ പ്രിയപ്പെട്ടവരെ, ഞാനും നിങ്ങളും ദൈവത്തിൽ ആശ്രയിക്കുമ്പോൾ അവനെ സ്നേഹിച്ചുകൊണ്ട് ആശ്രയിക്കണം. നിനക്ക് അവനെ സ്നേഹിക്കാൻ കഴിയുന്നില്ലെങ്കിൽ നീ അവനെ ആശ്രയിച്ചതുകൊണ്ട് കാര്യമില്ല. നിന്റെ കൊച്ചു കാര്യങ്ങൾ നടക്കുവാൻ വേണ്ടി, നിനക്ക് ആഗ്രഹങ്ങൾ സാധിക്കാൻ വേണ്ടിയാണ് നീ ഈശോയിൽ ആശ്രയിക്കുന്നതെങ്കിൽ അതൊരിക്കലും വിജയത്തിലെത്തില്ല പ്രിയപ്പെട്ടവരെ. അവൻ്റെ കൂടെ ദൈവം ചേർന്നിരിക്കണമെന്ന് നിർബന്ധമില്ല. പിന്നെ വേദനകളും ദുഃഖങ്ങളും ഒക്കെ കടന്നു വരുമ്പം ദൈവത്തെ പഴിച്ചു പോകുന്നൊരു ജീവിതത്തിനുടമയായി നമ്മളൊക്കെ മാറും. പ്രിയപ്പെട്ടവരെ, ഈശോയിൽ ആശ്രയിക്കുമ്പം വലിയ അനുഗ്രഹങ്ങളാണ് ഉണ്ടാവുക. ഈ മോശയ്ക്ക് ലഭിച്ച അനുഗ്രഹങ്ങളെന്ന് പറയുക ഒരു മുൾപ്പടർപ്പ് കണ്ടുവന്നല്ലേ നാം പറഞ്ഞത്. അതൊരു മുൾപ്പടർപ്പിൻ്റെ അഭിഷേകമായി അവൻ്റെ ജീവിതത്തിലേക്ക് വന്നു. കാരണം ദൈവത്തിൻ്റെ മലയായ ആ ഹോറബിൽ അവൻ ചെന്ന് ചേർന്നപ്പം മുൾപ്പടർപ്പിൻ്റെ അഭിഷേകം അവന് കിട്ടിയപ്പോൾ അവൻ്റെ ജീവിതത്തിൽ അത്ഭുതങ്ങളുടെ പരമ്പര കാണുകയാണ്. അവൻ ജനത്തെ മരുഭൂമിയിലൂടെ നയിക്കുമ്പം സംഖ്യയുടെ പുസ്തകത്തിൽ എഴുതി വെച്ചിട്ടുണ്ട്, മേഘസ്തംഭത്തിൽ കൂടെ നടക്കുന്ന ഒരു ദൈവമുണ്ട്. അവരെവിടെയെങ്കിലും ചെന്ന് കൂടാരം അടിച്ചു കഴിയുമ്പം അവിടെ താമസിക്കുകയാണ്. പിന്നെ ആ മേഘത്തെ അവരെല്ലാ ദിവസവും നോക്കും. കൂടാരത്തിന് മുകളിൽ ഒരു മേഘം നിൽപ്പുണ്ട്. ആ മേഘം ഉയർന്നു പൊങ്ങുമ്പോൾ മാത്രമാണ് അവർ വീണ്ടും അടുത്ത സ്ഥലത്തേക്ക് യാത്ര ചെയ്യുക. ദൈവത്തെ നോക്കി നോക്കി യാത്ര ചെയ്യുന്ന, ദൈവത്തോട് ആലോചന ചോദിക്കുന്ന ഒരു മോശയുണ്ട്. എൻ്റെയും നിങ്ങളുടെയും ജീവിതത്തിൽ ദൈവത്തിൽ ആശ്രയിക്കുമ്പം, എൻ്റെ ജീവിതത്തിൽ ദൈവം കൂടെ നടക്കുമ്പം അവിടെ അനുഗ്രഹമുണ്ട്. സഹനങ്ങളിലും വേദനകളിലുമൊക്കെ ഞാൻ ഈ ഒരു അവസ്ഥയിലേക്ക് കടന്നു വരണം. ജോബ് പറയുന്നൊരു കാര്യമുണ്ടല്ലോ, ജോബിൻ്റെ പുസ്തകം 19-ാം അധ്യായം 26-ാമത്തെ വചനം, എൻ്റെ ചർമ്മം അഴുകി ഇല്ലാതായാലും ഞാൻ എൻ്റെ ദൈവത്തെ കാണും, എൻ്റെ മാംസത്തിൽ നിന്ന് ഞാൻ എൻ്റെ ദൈവത്തെ കാണുമെന്ന്. ഈ ഒരു വലിയ വിശ്വാസം, വലിയൊരു ആശ്രയത്വമാണ് നമുക്ക് വേണ്ടത്. ഞാൻ ഓർക്കുന്നു, ഒരു ചെറിയ പ്രാർത്ഥനയിൽ ഇങ്ങനെ എഴുതി വെച്ചിട്ടുണ്ട്. നൊവേനയാണ്. ആ നൊവേനയിൽ ഇങ്ങനെ എഴുതി വെച്ചിരിക്കുക, എൻ്റെ ഈ ആഗ്രഹത്തിന് വേണ്ടി ഞാൻ പ്രാർത്ഥിക്കുകയാണ്. ഇത് നീ എനിക്ക് തരുമെന്ന് എനിക്കറിയാം. എങ്കിലും ഇത് നീ എനിക്ക് തന്നില്ലെങ്കിലും ആരാധിക്കുന്നതിനോ സ്തുതിക്കുന്നതിനോ ഒരിക്കലും ഞാൻ മുടക്കം വരുത്തുകയില്ലെന്ന്. പ്രിയപ്പെട്ടവരെ, ഈ ഒരു മനോഭാവമാണ് നമുക്ക് വേണ്ടത്. അങ്ങനെ ഞാൻ പ്രാർത്ഥിച്ചു തുടങ്ങുമ്പോൾ, ഈശോയെ ഇത് തന്നില്ലെങ്കിലും ഇത് കിട്ടിയില്ലെങ്കിലും ഞാൻ നിന്നിൽ ആശ്രയിക്കും, നിന്നെ വിട്ട് ഞാൻ എങ്ങും പോവില്ല എന്ന് പറയണം. കർത്താവിൻ്റെ ആലയത്തിൽ തമ്പടിക്കണം. അവൻ്റെ കൂടെ നീ ഇരിക്കുമ്പം അവൻ്റെ കൂടെ അനുഗ്രഹങ്ങളും സമ്പത്തും ഒക്കെ നിൻ്റെ ജീവിതത്തിലേക്ക് കടന്നു വരും. പ്രിയപ്പെട്ടവരെ, ആശ്രയിക്കുക എന്ന് പറയുമ്പം ഒരു എടുത്തുചാട്ടമല്ലേ. ദൈവം ഊന്നുവടിയായി നിൻ്റെ കൂടെ വരികയല്ലേ, ദൈവത്തെ ചേർത്ത് പിടിക്കുകയല്ലേ. ആ ചേർത്ത് പിടിക്കുന്ന ദൈവത്തിൽ ആശ്രയിച്ച് നമ്മുടെ ജീവിതത്തെ നമുക്ക് മുന്നോട്ട് കൊണ്ടുപോകാൻ സാധിക്കണം. അതിനു വേണ്ടി നമുക്ക് പ്രാർത്ഥിക്കാം. നമുക്കൊരു മിനിറ്റ് ഒന്ന് കണ്ണുകൾ അടച്ച് കൈകൾ കൂട്ടിപ്പിടിച്ച് ഒന്ന് പ്രാർത്ഥിക്കാം. ദൈവമേ, എൻ്റെ ജീവിതം മുഴുവൻ തരികയാ. ജോബിനെ പോലെ സഹനവേളയിൽ ചർമ്മം അഴുകി ഇല്ലാതാകുമ്പോൾ നിന്നെ കാണുവാൻ, വേദനയുടെ ആഴത്തിൽ നിൻ്റെ മുൻപിൽ മുട്ടുകുത്തുമ്പം നിൻ്റെ സ്വരം കേൾക്കാൻ തക്ക വലിയ ആശ്രയത്വത്തിലേക്ക് എന്നെ നീ ചേർത്ത് പിടിക്കണം. മോശി കൊടുത്ത മുൾപ്പടപ്പിൻ്റെ അഭിഷേകം നീ എനിക്ക് തരണം. എൻ്റെ ജീവിതത്തിൻ്റെ പ്രശ്നങ്ങളിൽ നീ ഇടപെടുമെന്നുള്ള വലിയ ബോധ്യത്തോടെ നിൻ്റെ കാലിലെ തിരുമുറിവിൽ തൊട്ടു പ്രാർത്ഥിക്കാൻ, നിന്നെയൊന്ന് ചേർത്ത് പിടിക്കാൻ, എൻ്റെ കുടുംബത്തിലേക്ക് നിന്നെ എടുത്തു വയ്ക്കുവാൻ എന്നെ അനുഗ്രഹിക്കണമേ എന്ന് തമ്പുരാനോട് നമുക്ക് പ്രാർത്ഥിക്കാം. കർത്താവെ, കരുണ കൊണ്ടും സ്നേഹം കൊണ്ടും പൊതിയണം, അനുഗ്രഹിക്കണം, വിട്ടകലാതെ ചേർന്ന് നിൽക്കണം. ദാവീദ് പ്രാർത്ഥിച്ചതുപോലെ അടിയനും അടിയൻ്റെ കുടുംബവും ഒരിക്കലും അങ്ങിൽ നിന്ന് അകന്നു പോകുവാൻ, മാറിപ്പോകാൻ അനുവദിക്കരുത്. എൻ്റെ കുടുംബത്തിൽ നീ തമ്പടിക്കണമേ എന്ന് കർത്താവെ പ്രാർത്ഥിക്കുന്നു. ഈ പ്രാർത്ഥനകളെല്ലാം അവിടുത്തെ മഹാമഹിമയ്ക്ക് വേണ്ടി സമർപ്പിച്ചുകൊണ്ട് ഞങ്ങൾ ഒന്നു ചേർന്ന് അങ്ങേ ആരാധിക്കുകയും സ്തുതിക്കുകയും മഹത്വപ്പെടുത്തുകയും ചെയ്യുന്നു. നിത്യം പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ സർവേശ്വര, ആമേൻ.